ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിൻ്റെ മറ്റൊരു ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് മുടി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല നീളത്തിൽ വളരാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ടും നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കാൻ ഇത് സഹായിക്കും. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ മുടി നല്ല സ്മൂത്തായിട്ട് നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അതേപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ടും മാറി കിട്ടും. മുടി നന്നായിട്ട് വളരാൻ ഇത് സഹായിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ മുടി നല്ലപോലെ വളരാനും അതുപോലെ കൊഴിച്ചിൽ മാറാനും അങ്ങനെ താരൻ്റെ പ്രശ്നങ്ങൾ മാറി കിട്ടാനും അതുപോലെ മുടി നല്ല സ്മൂത്തായിട്ട് നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമുക്ക് കഴിക്കാനും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ പുറമെ എങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ നല്ല തൂമ്പിലകളാണ് ഇതിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുരിങ്ങയില എന്ന് പറയുമ്പോൾ മുടി നല്ല കറുപ്പായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മുരിങ്ങയുടെ ഇല എന്ന് പറഞ്ഞാൽ. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ഫ്ലാക്സ് സീഡൊക്കെ നല്ലപോലെ വെന്ത് വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് വെന്ത് വരുമ്പോൾ നല്ല ജെല്ല് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മുരിങ്ങയുടെ ഇലയുടെ സത്തുക്കളും കൂടി ഇതിലേക്ക് കൂടി വരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇത് രണ്ടും കൂടെ ഇപ്പോൾ നല്ല പോലെ തിളപ്പിച്ചിട്ട് ഇതിപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ല ജെല്ല് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയെടുത്തതാണിത്. ഇത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ അരിച്ച് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജെല്ല് തിന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ പിന്നെ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് ആ ഒരു തിളച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത് അരിച്ച് മാറ്റിയെടുത്തു. അതിനുശേഷം ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല പോലെ തിളക്കം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഒരുപാട് എടുക്കരുത്, വളരെ കുറച്ചെടുത്താൽ മതി. ഇത് സ്കിന്നിനും നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പം അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ല പോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ നമ്മളിത് മുടി വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല മാറ്റം വരുന്നതാണ്. മുടി നല്ല പോലെ തിളങ്ങി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നതാണ്. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഉള്ളത് നമുക്കൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്കിത് കേടാവാതെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത്ര പെട്ടെന്നൊന്നും ഇത് കേടാവില്ല. കുറച്ച് ദിവസമൊക്കെ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.